രാത്രി ഒരു 10 മണിയായപ്പോൾ രേഷേട്ടൻ എനിക്കൊരു വീഡിയോ സെൻഡ് ചെയ്ത് തന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിൻ്റെ പേരിലുള്ള മരണപ്പാച്ചിലാണ് ഇത്. തൃശ്ശൂർക്കാണ് പോണത്. അവിടെ ഒരു 2 ദിവസത്തെ പരിപാടിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങളൊരുവിധം റീലിൽ ഞാനും റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 10:15 ആയെന്ന് തോന്നുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ 10:30 ഒരു തൊട്ട് മുന്നേ ആയിട്ട് എത്തിയിട്ടുണ്ട്. വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയത്, അത് കാരണം ബ്ലോക്കില്ല. പിന്നെ 10:15 ആകുമ്പോഴേക്കൊക്കെ ശരിക്കും തൃശ്ശൂർ മൊത്തത്തിൽ ഉറങ്ങി. ഈ ഒരു പരിപാടിയുള്ള കാരണമാണെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും ഒരു തിരക്ക് തോന്നിയത്. പോണ വഴിയൊന്നും ഒറ്റ വണ്ടികളുണ്ടായിരുന്നില്ല. അത് കാരണം കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് വേഗം എടുത്തു. അപ്പോൾ അതന്നെ റൗണ്ടിലേക്ക് കയറണം കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ശനിയാഴ്ച. കുറച്ച് വണ്ടികൾ മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞായറാഴ്ചത്തെ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ശരിക്കും തൃശ്ശൂർ സ്തംഭിച്ചു എന്നായിരുന്നു എല്ലാവരും ഇട്ടുണ്ടായിരുന്നത്. ഫുൾ ബ്ലോക്കായിരുന്നു. ഞായറാഴ്ച പോവാന്നാട്ടാ വിചാരിച്ചത്. ഇപ്പോൾ 10 മണിയായില്ലേ, ഇനി പോകണ്ട, നമുക്ക് ഞായറാഴ്ച പോവാന്ന്. ഞായറാഴ്ച പോയി ഞങ്ങൾ പെട്ടുപോയി. തന്നെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ 10-11 വരാന്നാണ് അവർ സമയം പറഞ്ഞിട്ടുള്ളത്. എന്നാലും കുറച്ച് സമയം കൂടെ അവർ ആൾക്കാരുള്ള സ്ഥിതിക്ക് ആ ലൈറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ശരിക്കും ക്രിസ്മസ് ഓർമ്മ വന്നു. ക്രിസ്മസിന് ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ തേക്കിൻകാട് മൊത്തം ഇതേപോലെ അലങ്കരിക്കും. അപ്പോൾ അതുപോലെയൊക്കെ ഒരു ഫീല് തോന്നി. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. മാല ബൾബ്, ഇപ്പോഴത്തെ ഈ LED ലൈറ്റൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. ആദ്യം വണ്ടിയും ഇരുന്നുകൊണ്ട് കണ്ടു കേട്ടോ. എവിടെ നിർത്തിയൊന്നുമില്ല. അങ്ങനെ ഒരു ഒറ്റ റൗണ്ട് അടിച്ച് വന്നിട്ട് പിന്നീട് ഞങ്ങൾ സമാധാനത്തിൽ എല്ലായിടത്തും പോയി നടന്ന് കണ്ടു. സംഭവം ഒന്നും പറയാനില്ല കേട്ടോ, അത്രയും നല്ല ഭംഗിയാണ്. എല്ലാവരും നടന്ന് മരിച്ച് ഫോട്ടോസും വീഡിയോസും റീലായിട്ടും പിന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഞാനും ഒട്ടും മോശമല്ലാണ്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നീങ്ങണം. പക്ഷെ ഒരു മനുഷ്യന് അവിടെ നിന്ന് നീങ്ങണില്ല. പറ്റണ പോലെയൊക്കെ ഞാനും വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. ഞാനങ്ങനെ ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇടിച്ച് കയറി ചെന്നിട്ടൊക്കെ ഒരു വീഡിയോ എടുക്കണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആൾക്കൂട്ടത്തിൽ ചെന്നിട്ട് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അത് പതുക്കെ നമ്മുടെ ശീലമായിക്കോളും. അവരൊക്കെ ചിലപ്പോൾ കുറേ ആയിട്ടുണ്ടാവും അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കണത്. പിന്നെ ഞാൻ കുറേ നേരമൊന്നും നിൽക്കില്ല. കുറച്ച് നേരം വീഡിയോ എടുത്ത് അവിടെ നിന്ന് വേഗം അങ്ങോട്ട് മാറിക്കൊടുക്കും. ഇതൊരു മനുഷ്യൻ അവിടെ നിന്ന് നീങ്ങണില്ലാന്നേ. ഫോട്ടോ ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ അവരവിടെ നിന്ന് പിടയ്ക്കുക. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട്. ഇവിടെയാണ് കുറച്ച് നേരം ഒന്ന് നിന്ന് കണ്ടത്. അധികം തിരക്ക് ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ച പിന്നെ പൊതുവെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. 10 മണിക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര തിരക്കെന്നൊന്നും പറയാനില്ല. കുറേ ആൾക്കാർ വണ്ടിമേ തന്നെയാണ് പോണത്, നിർത്തണമൊന്നുമില്ല. കുറച്ച് പേരൊക്കെയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഇതൊന്നും ഒരു തിരക്കേ അല്ല ഞായറാഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ. ഞാനൊരു എണ്ണം മാത്രമായിട്ടാ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണിനെ ഞാൻ വിളിച്ചതാണ്, പക്ഷെ അവൾ വന്നില്ല. വേണ്ട, ഇല്ല, 3 ആൾ വെച്ച് പോയി, ഇനി വല്ല പോലീസ് പിടിച്ചാലോ, അപ്പം അച്ഛനമ്മയും പോയിട്ട് വാങ്ങുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ 2 ആൾ മാത്രം തന്നെയാണ് വന്നത്. പിള്ളേർ വലുതായപ്പോഴേ അവരെ വെച്ച് വരാനും ബുദ്ധിമുട്ടുണ്ട്. ഇനി നമ്മളൊരു സന്തോഷമായിട്ടൊരു വഴിക്ക് പോകുമ്പോൾ വല്ല പോലീസ് കൈ കാണിച്ച് വെറുതെ എന്തിനാ ആ ഒരു മൂഡ് കളയണ്. അത് അവരിപ്പം ഇവിടെ അടുത്ത് ഇങ്ങോട്ട് പറയണ്. അപ്പോൾ പിന്നെ ഓക്കെ, പിന്നെ എനിക്ക് വീഡിയോയും കൂടെ കിട്ടില്ലോ. അതിൻ്റെ പേരിലും കൂടെ ഞാൻ എന്തായാലും ചാടിത്തുള്ളി പോകുന്നതാണ്. എനിക്ക് വന്ന് കണ്ടപ്പോൾ എന്തായാലും ഇഷ്ടമായി. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കേട്ടാ, പിറ്റേ ദിവസം നിങ്ങൾ പോയി കണ്ടോന്ന്. അവർ കണ്ടൊന്നുമില്ല, ഞാൻ ഈ എടുത്ത വീഡിയോ മാത്രം കണ്ടുള്ളൂ. ഇതന്നെയല്ല അവിടെ പോയിട്ട് കാണുന്നു. അപ്പോൾ എന്തായാലും പോകണില്ല എന്ന് 2 ആളും പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോഴേ കച്ചവടക്കാരൊന്നുമില്ല കേട്ടോ. ഒരു സാധനം ഇല്ല അവിടെ. ആകെ കൂടിയിട്ട് ഒരു കപ്പലണ്ടി വിൽക്കണ ഒരു ചേട്ടനുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതും കൂടെ ഉണ്ടാവുമല്ലോ, ആൾക്കാർ ഇത്ര അധികം വരണതല്ലേ. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല. അതെന്താണാവോ. തീറ്റയും കൂടിയൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വരാം.
ഇവിടെ വരെ ലൈറ്റ് കാണാം, മടങ്ങിപ്പോകാം, അത്രയേ ഉള്ളൂ ഉദ്ദേശം. ശനിയാഴ്ച അതാട്ട കണ്ട, ഞായറാഴ്ചത്തെ കാര്യം അറിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ട്രോഫി ഇരിക്കണത് കണ്ടത്. അപ്പോൾ അതൊന്ന് കുഞ്ഞിതായി വീഡിയോ എടുക്കുമ്പോഴേക്കും ഒരു ചേട്ടൻ വന്നിട്ട് അത് എടുത്ത് മാറ്റിയിട്ടാണ്. ഒരൊറ്റ സെക്കൻഡ് തന്നെ എനിക്കതൊരു വീഡിയോ ആയിട്ട് കിട്ടിയേ ഉള്ളൂ. എന്നാലും അത് കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ഇറങ്ങാണ്. ഞാനേ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് രേൺഷേട്ടൻ എൻ്റെ ഒപ്പം നടക്കില്ല. ഞാനിങ്ങനെ വീഡിയോ എടുക്കില്ല, അപ്പോൾ ആളങ്ങനെ അതിൽ പെട്ടാലോ എന്ന് വെച്ചിട്ടൊന്നും തോന്നുന്നു, അറിയില്ല. ഇപ്പം ഇങ്ങനെയാണ് നടക്കുക. പിന്നെ ഞാൻ എവിടെയെങ്കിലും വീഡിയോ എടുക്കണുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നിന്നോളും, അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ നോക്കണം ഇതെവിടെയാണ് നിൽക്കണമെന്നുള്ളത്. ഇപ്പം ഇങ്ങനെ നടക്കും ഒറ്റയ്ക്ക്. അതൊരു മാറ്റമായി. ഞാൻ ഈ യൂട്യൂബ് ചാനലിലേക്ക് വന്നപ്പോൾ ആളിൽ കണ്ടൊരു പ്രത്യേക മാറ്റമായി അത്. ഒരു 11 മണിയാകുമ്പോഴേക്കും തൃശ്ശൂരിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ പോണ വണ്ടികളൊക്കെ ആ പരിപാടി കണ്ട് പോണതാവും. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 10:15 ആ സമയമൊക്കെ ആയിരുന്നു. അപ്പോഴേ വണ്ടികളൊന്നും അധികം ഇല്ല കേട്ടോ. തൃശ്ശൂർ എന്തായാലും നൈറ്റ് ലൈഫ് എത്തിയിട്ടില്ല. നൈറ്റ് ലൈഫൊക്കെ അവരവരെ വീട്ടിൽ ആഘോഷിച്ചാൽ മതി എന്നാണ് ഇവിടങ്ങളിൽ ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കുറേ ആലോചിക്കുമ്പോൾ അത് നല്ലതിനാണ്. ഈ 11 മണി 12 മണി നേരത്തൊക്കെ ഫുഡ് കഴിച്ച് കിടക്കണതൊക്കെ അത്ര നല്ലതൊന്നല്ലല്ലോ. അപ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അത് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഇത് ആകാശപാതയാണ്. അപ്പോൾ ഇവിടെ വെളിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് പോന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റുണ്ട്, പച്ചക്കറി മാർക്കറ്റ്, മീൻ മാർക്കറ്റ്, മൊത്തം വിജനമായി കിടക്കുകയാണ്. അപ്പോൾ അതൊരു കാഴ്ചയായിരുന്നു, കണ്ടിട്ടില്ലല്ലോ നമ്മളിങ്ങനെ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഒരു രാത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീടെത്തിയിട്ടാണ്. ഇത് നടത്തറ സിഗ്നലാണ്. അവിടെ എത്തി. അവിടെ ഒരു ബേക്കറിയിൽ ഇറങ്ങി പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വാതുക്കന്നെ ഒരാൾ കാവലായി ഇരിക്കുന്നുണ്ട്. ഊര് തണ്ടാൻ പോയി വന്നാ ഇവറ്റ പിള്ളേരും തന്നെയാക്കി ഊര് തണ്ടാൻ പോയൊക്കെ കാർന്നൂര് ആ ഭാവത്തിലാട്ടാ ഇവിടെ കാത്തു കെട്ടിയിരിക്കണത്.